നമ്മൾ റോമാലേഖനം അതിൻ്റെ 7 അധ്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഈ വീഡിയോയിലൂടെ റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ മിനിസ്ട്രി ഇഷ്ടപ്പെടുന്നവർ, സീക്കിംഗ് ട്രൂത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ദയവായി സീക്കിംഗ് ട്രൂത്തിനെ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് തിരികെ വരാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കഴിഞ്ഞ അധ്യായങ്ങൾ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, കൽപ്പനാ ലംഘനം എന്ന പാപത്തെ വെടിഞ്ഞ് പൂർണ്ണമായും ക്രിസ്തുവിൽ ജനിക്കുന്നവരാണ് യേശു ക്രിസ്തുവിൽ ഉള്ളവർ എന്നും അവർക്കാണ് ഒരു ശിക്ഷാവിധിയും ഇല്ലാത്തത് എന്നും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ഇവിടെ പാപത്തിൻ്റെ അനന്തരഫലത്തിൽ നിന്നും മാനവകുലത്തിന് മോചനം നൽകാനാണ് പിതാവ് പുത്രനെ അയച്ചത് എന്നും ആ പാപത്തെ നമുക്ക് വെളിവായി നൽകുന്ന ദൈവകൽപ്പനകൾ നിത്യമാണ്. ആ കൽപ്പനകളുടെ ലംഘനത്തിൽപ്പെട്ട് മരിക്കേണ്ട മനുഷ്യനെ വിടുവിക്കാൻ പാപജഡത്തിൽ വന്ന ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് പാപരഹിതമായ ജീവിതം നയിച്ച് നമുക്ക് മാതൃക കാണിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളും അപ്രകാരം ഒരു ജീവിതം നയിച്ചാൽ ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മളിൽ വെളിപ്പെടുമെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ ജഡപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന തിക്ത അനുഭവങ്ങളെക്കുറിച്ചും ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അതുകൊണ്ട് നമുക്ക് ജഡത്തെ അല്ല ആത്മാവിനെ തന്നെ അനുസരിച്ച് ജീവിക്കാം. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളാണെന്നും പറയുന്നു. എന്നാൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിന് കൂട്ടവകാശികൾ ആകുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. എന്നാൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.
നൽകിയിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടുകൂടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. തുടർന്ന് പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത് എന്നും അതിനെ കാണാതെ നാം ആകാംക്ഷയോടെ കാത്തിരിക്കണമെന്നും പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-24-25 വാക്യങ്ങൾ. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനാൽ ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. തുടർന്ന് ദൈവാത്മാവ് പ്രാർത്ഥനയാൽ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന വിധങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-26-30 വരെയുള്ള വാക്യങ്ങൾ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ റോമിലെ ക്രിസ്ത്യാനികളോടും അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നമ്മളോടും ശക്തമായ 4 ചോദ്യങ്ങൾ ചോദിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-31-33 വരെയുള്ള വാക്യങ്ങൾ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. തുടർന്ന് കർത്താവ് യേശുക്രിസ്തു ഇപ്പോൾ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നമുക്കായി ശുശ്രൂഷ ചെയ്യുന്നു എന്ന പ്രത്യാശ നൽകുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-34 വാക്യം. ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ആ ദൈവം ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. തുടർന്നുള്ള പൗലോസ് അപ്പോസ്തലന്റെ 2 ചോദ്യങ്ങളും പഴയ നിയമത്തിൽ നിന്നുള്ള മറുപടിയും വളരെ ഹൃദയസ്പർശിയാണ്. റോമർക്കെഴുതിയ ലേഖനം 8-35-36 വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ദൈവസ്നേഹം പ്രകടമാക്കിയ ക്രിസ്തുവിനാൽ നമ്മൾ സകലത്തിന്മേലും പൂർണ്ണ ജയം പ്രാപിക്കും എന്ന്. റോമർക്കെഴുതിയ ലേഖനം 8-37 വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇതാണ് റോമാലേഖനത്തിലെ ദൈവസ്നേഹത്താലുള്ള പ്രത്യാശയുടെ ദൂത്. പൗലോസ് അപ്പോസ്തലൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, ഒന്നിനും, ഈ ലോകത്തുള്ള ഒന്നിനും പൗലോസ് അപ്പോസ്തലനെ ദൈവസ്നേഹത്തിൽ നിന്നും വേർപിരിക്കാൻ കഴിയില്ല എന്ന്. റോമർക്കെഴുതിയ ലേഖനം 8-38-39 വാക്യങ്ങൾ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പൗലോസ് അപ്പോസ്തലനെ പോലെ ഞാനും വിശ്വസിക്കുന്നു, ഒന്നിനും എന്നെയും ദൈവസ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന്. നിങ്ങളുടെ വിശ്വാസവും അപ്രകാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.